ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകുന്ന സ്ഥലം കുറേ കാലങ്ങൾ കൊണ്ട് മനസ്സിലാഗ്രഹിച്ചൊരു ഇടത്തേക്കാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇന്നുണ്ട്. ഒരു അമ്പലത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. നിങ്ങളെല്ലാവരും ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഈ സ്ഥലത്തെക്കുറിച്ച് കാണുകയും ചില ആൾക്കാർ പോയിട്ടും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതെ, നീർപ്പത്തൂർ ശിവക്ഷേത്രം. നമ്മളെ പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാടേക്ക് പോകുന്ന സ്ഥലത്ത് നിന്ന് നീർപുത്തൂർ എന്ന് പറഞ്ഞ പുത്തൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കാണ് ഇത് നമ്മൾ ചെല്ലേണ്ടത്. ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എത്താനൊക്കെ പറ്റുന്നുണ്ട്. ഞങ്ങളങ്ങനെയാണ് പോയത്. ഇത് പെരിന്തൽമണ്ണ ടൗണാണ്. ഞങ്ങൾ കോട്ടക്കൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഞങ്ങൾക്ക് 1.5 മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട്. ഏകദേശം 48-49 കിലോമീറ്റർ യാത്ര ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് വലിയ ബ്ലോക്ക് എന്ന് പറയാനില്ല. രാവിലത്തെ ജോലി തിരക്കുമായിട്ട് നീങ്ങുന്ന ആൾക്കാരുടെ വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും മാത്രമേ നമുക്ക് റോഡുകളിൽ മുഴുവനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മഴ ആയതുകൊണ്ട് അതിൻ്റെ ഒരു മങ്ങൽ നമ്മളെ ഇതിലൊക്കെ വരുന്നുണ്ട് രംഗം. പിന്നെ മഴക്കാലത്താണല്ലോ ഈ ക്ഷേത്രത്തിൽ മെയിനായിട്ട് പോവേണ്ടത്. അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഏറ്റവും അതാണ്. ഞങ്ങളങ്ങനെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. ചുറ്റും ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളാൽ നിറഞ്ഞൊരു സ്ഥലമാണത്. ഒരു ക്ഷേത്രക്കുളമുണ്ട്. ഇതിനോട് ചേർന്ന് ക്ഷേത്രത്തിൻ്റെ ബാക്കിലും ഒരു കുളം വരുന്നുണ്ട് കേട്ടോ. നല്ല തെളിഞ്ഞ മഴ വെള്ളമാണ്. മീനുകളൊക്കെ യഥേഷ്ടം തന്നെ ഉണ്ട് ഇവിടെ. ഒന്ന് അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ കാലൊന്ന് നനച്ച് കളയാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ മീനുകളൊക്കെ കാണുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അമ്പലം എന്ന് പറഞ്ഞാൽ ഇത് 3000 അധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണത്, നീർപ്പുത്തൂർ ശിവക്ഷേത്രം. ഇവിടെ ശിവൻ്റെ രൗദ്രഭാവത്തിലാണ് ഇരിക്കുന്നത്. ശിവൻ ഭഗവാൻ സ്വയം ഗംഗയിൽ മുങ്ങി തൻ്റെ രൗദ്രഭാവം ശമിപ്പിക്കുന്നതായിട്ടാണ് പറഞ്ഞ് കേട്ടത്. ഇവിടുന്ന് നമ്മൾ സാധാരണ ശിവക്ഷേത്രങ്ങളിലൊക്കെ നന്ദിയുടെ ഇത് കാണാറുണ്ട്. അത് ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോൾ ഇവിടെ ഉള്ളവരും ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ചരിത്രങ്ങൾ നമ്മൾ കുറച്ചും കൂടി കണ്ടെത്തണം, അതിൻ്റെ ചരിത്രങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങൾ ചെന്നപ്പോഴും നല്ല മഴയായിരുന്നു. പിന്നെ ഭഗവാൻ ഈ ഇരിക്കുന്ന സ്ഥലം നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ എന്താണെന്നല്ല, മനഃശാന്തി, നമുക്ക് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഈ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ശിവൻ്റെത് കൂടാണ്ട് അകത്ത് ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്, പുറത്ത് ശാസ്താവിൻ്റെതും. ഇപ്പോൾ ഇവിടെ ചിത്രീകരണങ്ങളൊന്നും ഉള്ളിൽ അനുവദിക്കുന്നതല്ല. നമ്മൾ പുറത്തുനിന്ന് മാത്രം ക്ഷേത്രത്തിൻ്റെ നിയമങ്ങളൊന്നും തെറ്റിക്കാണ്ട് എടുത്തതാണ്. ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമൊക്കെ നല്ല ഇതാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ചെറിയൊരു അന്നദാനം പോലെ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഭക്ഷണമൊക്കെ ഉണ്ട്. കാരണം ചുറ്റുപാടൊന്നും നല്ല ഹോട്ടലും സൗകര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്.